ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. അശരണർക്കും ആലംബഹീനർക്കും അഭയമേകുന്ന ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ മണ്ണിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ ക്ഷേത്രവിശേഷങ്ങൾ ഇവിടെ നിന്നാണ്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവനാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ഒണ്ടിക്കാവും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും മഹാവിഷ്ണുവിനെയും 2 ആൽത്തറകളിലായി ആരാധിക്കുന്നു. പരബ്രഹ്മ ക്ഷേത്രത്തോട് ചേർന്ന് കിഴക്കേ നടയിലുള്ള ഗണപതിയെ കൂടാതെ ഗണപതി, ശാസ്താവ്, മഹാലക്ഷ്മി എന്നീ ദേവീദേവന്മാരെയും ആരാധിക്കുന്നു. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു. വൃശ്ചിക മാസം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ 12 വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം നടക്കുന്നു. ഇതിൽ കെട്ടി ഭജനം പാർക്കുക, ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക, ഭാഗവത പാരായണം നടത്തുക, ത്വക്ക് രോഗങ്ങൾ മാറാൻ 8 കണ്ടം ഉരുൾച്ച എന്നിവ പ്രധാന നേർച്ചകളാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഓണാട്ടുചിറ ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നും ഓംകാരത്തിൽ നിന്നും ഓച്ചിറയായെന്നും വിശ്വാസമുണ്ട്. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. കാളകളെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. മിഥുന മാസത്തിലെ 1, 2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളി പ്രധാന ചടങ്ങാണ്. ഓണത്തിന് 28 ദിവസം കഴിഞ്ഞുള്ള ഉത്സവം അഥവാ 28 ഓണം പ്രധാന ഉത്സവമാണ്. ചെളി അല്ലെങ്കിൽ മണ്ണ് പ്രസാദമായി നൽകുന്ന ഏക ക്ഷേത്രമാണിത്. പരബ്രഹ്മം എന്ന പേര് വന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥ ഈ ഒരു വീഡിയോയിലായി പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ട് ലോങ് വീഡിയോ വേണമെന്നുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യൂ. രാധേശ്യാം.